വചനോദയം. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം, അധ്യായം 1, 6 മുതൽ 8 വരെയും 19 മുതൽ 28 വരെയുമുള്ള തിരുവചനങ്ങൾ. ദൈവമയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, യേശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ, കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു. എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എന്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെ ബഥാനിയയിലാണ് ഇത് സംഭവിച്ചത്. വചന വിചിന്തനം. ആഗമന കാലത്തിലെ ഈ ഞായറാഴ്ചയെ ഗൗഡാത്തീൻ ഞായർ എന്നാണ് ലത്തീനിൽ വിശേഷിപ്പിക്കുന്നത്. ആഹ്ലാദത്തിൻ്റെ ഞായർ എന്നാണ് ഇതിനർത്ഥം. ഇന്നത്തെ 2ാം വായന ഈ ആഹ്ലാദത്തിൻ്റെ മുഖവുര വ്യക്തമാക്കുന്നു. എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. സുവിശേഷ ഭാഗം നമ്മെ വിശുദ്ധ സ്നാപക യോഹന്നാനിലേക്ക് തിരികെ എത്തിക്കുകയാണ്. സ്നാപകൻ ഒരിക്കലും തന്നെ വലിയവനായി കരുതുകയോ മറ്റുള്ളവർ തന്നെ വലിയവനായി അംഗീകരിക്കണമെന്ന് കരുതിയിട്ടില്ലാത്ത ഒരുവനാണ്. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്ന തൻ്റെ കർത്തവ്യം പൂർണ്ണമായും നിർവഹിച്ചവനായിരുന്നു അവൻ. സന്തോഷത്തിൻ്റെ വിശുദ്ധനായി ഇവിടെ നമുക്ക് സ്നാപകനെ വിശേഷിപ്പിക്കാം. നമ്മുടെയൊക്കെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോൾ നമുക്കും സന്തോഷമുള്ളവരായി വർത്തിക്കാൻ സാധിക്കും. എങ്ങനെയെന്നാൽ നമ്മൾ പരിപൂർണരാകണമെന്നില്ല, മറിച്ച് ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടാകണമെന്ന് മാത്രം. സ്നാപകൻ്റെ ജീവിതം വെളിപ്പെടുത്തുന്നത് പോലെ എത്രത്തോളം നാം ചെറുതാകുന്നുവോ അത്രത്തോളം ദൈവം നമ്മെ ഉയർത്തും എന്ന സത്യം നാം തിരിച്ചറിയണം. ഇത് നമുക്കൊരു തരത്തിലുള്ള വെല്ലുവിളിയാണ്. കാരണം വലുതാകാൻ വേണ്ടിയുള്ള നമ്മുടെ ഓട്ടത്തിനിടയിൽ സ്വയം ചെറുതായവനായി ക്രിസ്തുവിലേക്ക് എത്താതെ പോകുന്ന ഒരു ദുരവസ്ഥ. ആകയാൽ പൂർണ്ണ ബോധത്തോടെ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാം.